നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഞായറാഴ്ച അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ തിരച്ചിൽ തുടരുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ, നിരവധി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പർവ്വത പ്രദേശങ്ങൾ മുറിച്ചു കടക്കുന്നതിനിടെയാണ് ദാരുണമായ അപകടത്തിൽപ്പെട്ടത്. ഈ സമയത്ത് കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഇറാൻ പ്രസിഡന്റിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന വാർത്തകൾ വന്നതിന് പുറകെ ഇറാന്റെ നേതൃത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്ന പരാമർശവുമായി പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ഇറാൻ പ്രസിഡന്റിന് എന്ത് സംഭവിച്ചാലും രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഇറാന്റെ വടക്കു പടിഞ്ഞാറുള്ള അസർബൈജാനുമായുള്ള അതിർത്തി സന്ദർശിച്ച് മടങ്ങവെയാണ് പ്രസിഡന്റും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഇതുവരെ ആളപായങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഇറാൻ പ്രസിഡന്റിന്റെ സുരക്ഷയെക്കുറിച്ച് കനത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. റൈസിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും ജീവൻ അപകടത്തിലാണ് എന്ന് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹെലികോപ്റ്ററിന്റേതാണെന്ന് കരുതപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശം തുർക്കിയുടെ ഡ്രോണുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ തുർക്കി ഇറാന് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇബ്രാഹിം സൈന്യം, അദ്ദേഹത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി ലോക നേതാക്കൾ അപകട വാർത്തയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇറാൻ പ്രസിഡന്റിന്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവധി ഉപേക്ഷിച്ചുകൊണ്ട് അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ US പ്രസിഡന്റ് ജോ ബൈഡനെ അറിയിച്ചതായി US വൈറ്റ് ഹൌസ് അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ അടിയന്തര സാറ്റലൈറ്റ് മാപ്പിംഗ് സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്തു. തിരച്ചിൽ നടത്തുന്നതിന് റഷ്യ 47 രക്ഷാപ്രവർത്തകരെയും ഹെലികോപ്റ്ററും അയച്ചിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞിൽ അപകടത്തിൽപ്പെട്ട ഇറാനിൽ ഹെലികോപ്റ്റർ ഇതുവരെയും കണ്ടുകിട്ടാത്ത സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട ആളുകൾ ജീവനോടെ ശേഷിക്കാൻ വളരെ വിരളമായ സാധ്യതയാണ് കാണുന്നത്. അതേസമയം ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും റെസ്ക്യൂ സേനാ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലും ചെങ്കടൽ മേഖലയിലും ഹൂതി ആക്രമണവും ഇസ്രയേലിനെതിരെയുള്ള ഹെസ്ബൊള്ള ആക്രമണവും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് വലിയ ഭൗമ രാഷ്ട്രീയ വഴിത്തിരിവുകൾക്ക് വഴിവെച്ചേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനു പുറകിൽ മറ്റു രാജ്യങ്ങളുടെ എന്തെങ്കിലും കൈകടത്തലുകൾ ഉണ്ടോ എന്ന വിവരങ്ങളും ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്.